റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും ഈ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാക്കും. നന്ദിയോടെ സ്തുതിക്കുന്നു. യെശയ്യാവ് 61 എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. യേശു പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. എളിയവരോട്, ഈ ദരിദ്രന്മാരോട് എളിയവരോട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് ചോദിച്ചാൽ, ദാഹമുള്ളവരോട്, തൃപ്തിയായിരിക്കുന്നവർക്ക് വേണ്ടിയല്ല. നിറഞ്ഞിരിക്കുന്നവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും അവർക്ക് രുചി കാണുകയില്ല, താല്പര്യം കാണത്തില്ല. എന്നാൽ ദാഹിച്ചിരിക്കുന്നിടത്ത് വേറൊരു ഭാഗത്തിരിക്കും, ദാഹിക്കുന്നവൻ്റെ വരട്ടെ. ആർത്തിയുള്ളവനെ ഞാൻ തൃപ്തി വരുത്തും, നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഇന്ന് ഈ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ നിങ്ങളിലൊരു ദാഹമുണ്ടെങ്കിൽ, നിങ്ങളിലൊരു വിശപ്പുണ്ടെങ്കിൽ, നിങ്ങളെ നിറയ്ക്കാൻ ഈ ദൈവം ശക്തനാണ്. ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ രോഗികളുണ്ടോ എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ ഒരു ലെവലിൽ കർത്താവ് ചോദിച്ച് നടന്നില്ല. എന്നാൽ കുളക്കരയിൽ തേടിപ്പോകുന്നുണ്ട്. അത് സൃഷ്ടിതാവിന് സൃഷ്ടിയോടുള്ള സ്നേഹമാണ്. പല കാര്യങ്ങളിൽ കർത്താവ് അങ്ങനെ ചെല്ലുന്നുണ്ട്. കൂടുതലും ആവശ്യക്കാർ, അവൻ്റെ അടുക്ക വന്നവരും അവൻ്റെ പാദപെടുത്തി വെച്ചവരും. പ്രത്യേകിച്ച് രക്തസ്രാവമുള്ള സ്ത്രീ, അവൾ പറഞ്ഞ് കർത്താവിനെ കുറിച്ചുള്ള ശ്രുതി കേട്ടപ്പോൾ തന്നെ അവൾ ഇറങ്ങി പുറപ്പെടുകയാണ്. ഞാൻ തൊടും, തൊങ്കല്ലെങ്കിലും ഞാൻ സൗഖ്യം പ്രാപിക്കും. അപ്പം കർത്താവ് പറയുകയാണ്, എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ ബദ്ധന് വിടുതൽ. അപ്പോൾ അടുത്ത ഭാഗങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. അപ്പം നിങ്ങൾ യേശുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവമല്ലോ നിങ്ങളെ അഭിഷേകം ചെയ്തത്. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 1:30 ഭാഗങ്ങളിൽ പറഞ്ഞത്, ദൈവമല്ലോ നിങ്ങളെ അഭിഷേകം. നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് സുവിശേഷം അറിയിക്കാൻ. ആദ്യ പടി എന്താണ് സുവിശേഷം? പൗലോസ് റോമർ 1:16-18 ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്ന ഏവനും അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. രൂപാന്തരപ്പെടുന്നതാണ് സുവിശേഷം. ഈ വചനത്തിനകത്തെല്ലാം അവൻ്റെ ശക്തി അവൻ നിറച്ചിട്ടുണ്ട്. ആ വചനമാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇനി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യാദൃച്ഛ്യമായിരിക്കാൻ നിങ്ങൾ കേട്ടിട്ട് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടുകയാണ്. ആ ഭാരം നിങ്ങളിൽ നിന്ന് മാറുകയാണ്. ആ വിട്ടുമാറാത്ത തലവേദന നിങ്ങളെ വിട്ട് അപ്രത്യക്ഷമാകുകയാണ്. ആ തലമുറയെക്കുറിച്ചുള്ള ഭാരമുണ്ടല്ലോ, അത് മാറിയിട്ട് നിൻ്റെ അകത്തൊരു വിശ്വാസം വരിക. ദൈവം ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളൊരു വിശ്വാസം നിൻ്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിഷേകം ദൈവം നിന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുമായി ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ യേശു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമെന്ന് എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പ്രഭാത സന്ദേശം ഇതാണ്. നാളെ മുതൽ തുടർമാനമായി ആഴ്ചകൾ മുഴുവൻ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്, മിസ് ചെയ്യരുത്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നു, ഈ അഭിഷേകം ഞാൻ പറയുമ്പോൾ തന്നെ അഭിഷേകം നുകങ്ങളെ പൊട്ടിക്കുകയാണ്. അഭിഷേകം എന്നൊരു പദം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അനോയിന്റിങ് ഷാൽ ബ്രേക്ക് ദ യോക്ക് എന്നാണ്. നിൻ്റെ കുടുംബത്തോടോ നിൻ്റെ തലമുറയോടോ നിൻ്റെ കുഞ്ഞുങ്ങളോടോ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുവിൻ്റെ ഏതെങ്കിലും അവകാശങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് അഴിഞ്ഞു മാറി, പൊട്ടി മാറി, കാളയുടെ കഴുത്തിൽ നുകം വെച്ചിരിക്കുന്ന പോലെ നീ കാണാം. ആത്മാവിൽ അത് പൊട്ടി മാറി ഒരു സ്വാതന്ത്ര്യം നിൻ്റെ മേൽ വരികയാണ്. ചില അഡിക്ഷനുകളെ പ്രശ്നം ഇങ്ങനെ കാണിക്കുന്നു. ചില അഡിക്ഷനുകളെ കർത്താവ് പൊട്ടിക്കുകയാണ്. ചില മണ്ഡലങ്ങളിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മൊബൈലിനോടായിരിക്കും, അല്ലെങ്കിൽ വേറെ സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ താല്പര്യമില്ലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ വലിച്ചഴിക്കുന്ന ചില മണ്ഡലങ്ങളെ യേശുവിൻ്റെ അധികാരം, അഡിക്ഷൻ പൊട്ടിമാറുകയാണ്. ഒരു വലിയ സ്വാതന്ത്ര്യം നിങ്ങളുടെ മേൽ കൽപ്പിക്കും. വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ.